എന്നെ അടുത്തമകലമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടി എന്ന വണ്ണം സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവചനവുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ഒരു പണിയും ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന മാർഗമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വഴികളിലൊക്കെ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോകുന്നത്. ഇത് ഞങ്ങൾക്കുള്ള സന്ദേശമൊന്നുമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ ഇതിനൊക്കെ കളിയാക്കിയ ആളുകളായിരുന്നു. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം ഏറ്റവും അധികമായി നിന്ദിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗം ലോകത്തിൽ വരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ചെയ്തിട്ട് ഒന്നിനും മുടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മരണം മാത്രം മുന്നിൽ വന്നിരുന്ന അവസ്ഥയിൽ ഞാൻ കളിയാക്കിയിരുന്ന യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോയി പിന്നെയും പഴയ പോലെ ജീവിക്കാമെന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു. എന്നാൽ 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനെന്ന് യേശു പറഞ്ഞ്. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ 80 വർഷക്കാലം കൊണ്ട് ജീവിച്ചു തീർക്കുന്നതല്ല സമൃദ്ധിയായ ജീവിതം. ദൈവത്തോട് കൂടെ നിശ്ചയമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിശ്ചയമായ രണ്ടാം വർഷം കാത്തു നിൽക്കുന്നതിനാൽ ആ മരണത്തിലേക്ക് ഒരാൾ പോലെ ചെന്നെത്തൽ എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഇതുപോലെ പരസ്യമായ ശുശ്രൂഷ ഞങ്ങൾക്ക് കാരണമാക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ മരണം എന്ന അവസാനമല്ലാത്തത് കൊണ്ടും മരണത്തിനപ്പുറമായ ജീവിതമുള്ളത് കൊണ്ടും ആ ജീവനിലേക്ക് എല്ലാവരും എത്തണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് പരസ്യമായ ശുശ്രൂഷകളിലൂടെ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടങ്ങപ്പെട്ട് ഉയർന്നിറങ്ങിയ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുന്നത് അതാകുന്ന സുവിശേഷം എന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം എഴുതിയിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുള്ള ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്ന സന്തോഷ സമാധാനമാണ് ഏറ്റവും വലുതെന്ന് കണ്ട വലിയ ആളുകളായിരുന്നു. ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ ഭരിക്കുന്ന കഞ്ചാവിനകത്തുമാണ് സമാധാനം എന്ന് കണ്ടുകൊണ്ട് ഓടിയ ജീവിതത്തിൽ ആർക്കും വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ പോലീസുകാർക്കും എസ്ഐസുകാർക്കും സ്വന്തക്കാർക്കും നാട്ടുകാർക്ക് തലവേദനയെ മാറിയപ്പോൾ ഞങ്ങളെ ചെരുവിൽ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല, നരസിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ നിത്യമായ ജീവിതത്തിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ ഏറ്റവും അധികമായി പണം മുടക്കുന്ന ഒന്നാണ് പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താൻ ഇതുവരെമായി ചെയ്തിരുന്ന സകല പാപവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
എന്നാൽ ഈ ഭൂമി നാം എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും മനുഷ്യന് പാപത്തെ മാറ്റുവാൻ കഴിയുന്നില്ല. പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് രക്തശുദ്ധീകരണം ആവശ്യമാണ്. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഭാവിയായി ഭൂമി ജീവിക്കുമ്പോൾ രക്തത്തിന് ശുദ്ധീകരണം നടക്കാതെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ട് രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റി കഴിഞ്ഞാൽ പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ മേൽ വരിക. എന്നാൽ പാപമില്ലാത്തവന്റെ രക്തത്തെ കഴുകപ്പെടണം. ആരാണ് പാപമില്ലാത്തവൻ? യേശുക്രിസ്തു എന്ന പാപമില്ലാത്തവൻ. പാപമൊഴികെ മനുഷ്യൻ തുല്യമായി ഭൂമി ജീവിച്ച യേശുക്രിസ്തുവിൽ മാത്രമേ പാപത്തിന് മോചനം കാണുവാൻ കഴിയുള്ളൂ. അവന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കടിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ പാപത്തെ മാറ്റാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യ സുവിശേഷമാണ് നിങ്ങളുടെ കാതുകൾ ഈ സമയം ഒഴുകി കേൾക്കുന്നത്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു പോരുവാൻ കാരണമാക്കിയിരിക്കുന്നത് ആദ്യ മനുഷ്യനായ ആദാം മനസ്സിലാക്കിയ ഒരു കാഴ്ച നിമിത്തമായിരുന്നു. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലുമായിരുന്നു. ദൈവത്തെക്കാൾ അല്പത്താർത്ഥി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തത് മൂലം ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ദൈവത്തിന്റെ ശബ്ദം മറിഞ്ഞിരിക്കുകയും ചെയ്ത മനുഷ്യനെ തേടി പിന്നെയും ദൈവത്തിന്റെ സ്നേഹ ഭൂമിയിലേക്ക് വരുവാൻ കാരണമായി അത് കൽപ്പനകൾ പ്രമാണ യാഗങ്ങളുമായി വന്നെങ്കിലും മനുഷ്യൻ പിന്നെയും പാപത്തിലേക്ക് പോകുവാനിട വന്ന് ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം പല കാലഘട്ടങ്ങൾ വരികയും അതുമൂലം ഇല്ലായ്മ ചെയ്യുകയും എന്നാൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒറ്റയാക്കത്താൽ മനുഷ്യൻ വീട്ടിലേക്ക് കാണിച്ച സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്റെ ഇന്നിങ്ങനെ ശാപത്തെ പാപത്തെ മരണത്തെ വഹിച്ചുകൊണ്ട് കാൽവരി കൃഷി യാഗമാകുകയും കല്ലറ ബന്ധിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവത്തിൽ യാസന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം എത്തിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എല്ലാവരും സുവിശേഷം വിശ്വസിക്കണമെന്നല്ല വചനം പറയുന്നത്, എല്ലാവരും അറിയണമെന്നുള്ളതാണ്. കാരണം ഞാൻ ആദ്യം വായിച്ച വേദഭാഗം ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ ആ ന്യായവിധിയിൽ അന്ന് ന്യായാസനത്തിന് മുന്നിൽ ഈ സുവിശേഷം നിലനിർത്തിയായിരിക്കുമെന്ന് ദൈവം വിധി കൽപ്പിക്കുക. അന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരുതി കാണുന്ന ഏവരെയും തീപ്പൊയ്ക്ക് തള്ളിയിടപ്പെടുവാനിട വരും. ജീവന്റെ പുസ്തകത്തിൽ പേരുതി കാണുമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും നിത്യമായൊരു ജീവിതമുള്ളത്. ആ ജീവനിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന്. ആത്മാവിന് മരണമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആത്മാവിന് നിത്യമായ രക്ഷയിലേക്ക് എത്തിക്കുവാൻ പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ ഈ ഭൂമി ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ ഏതെല്ലാം പ്രാർത്ഥനകളും ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്താലും മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിനെ നിത്യമായി ജീവനിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുന്ന ഒരു ദിവസമുണ്ട്. അന്ന് തള്ളപ്പെട്ടു പോകാതെ വേണം നിത്യരക്ഷകനായ ക്രിസ്തുവിനെ കൂടെ ഒരു വാസമെന്നുള്ള സത്യമാണ് ഞങ്ങളിവിടെ വിളിച്ചറിയിക്കുന്നത്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ യേശുവിനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ പോകാൻ കഴിയില്ല എന്നുള്ളത്. ഇന്ന് നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, നല്ല ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിതാവിന്റെ നേരിട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നല്ല പ്രവൃത്തികൾ നല്ലത് തന്നെയാണെന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കാത്ത സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്തുക. പലർക്കും സംശയമാണ്, ആരാണ് രണ്ടാം മരണമായ തീപ്പൊയ്ക്ക് ചെല്ലുന്നത്? ഞാൻ നല്ല പ്രവൃത്തി ചെയ്ത ആളാണ്, ഇന്ന് കൂടി നല്ലത് ചെയ്ത ആളാണ്, അതുകൊണ്ട് ഞാൻ പോകത്തില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വ്യക്തമായി പറയാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്ധനക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഏവർക്കും ലോകരിയാണ് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക. ഞാൻ വിളിച്ചു പറഞ്ഞ വേദഭാഗത്ത് നിങ്ങളുടെ പേരുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്തുക. നമുക്കായി സൗജന്യമായി രക്ഷയുണ്ട്. യോഗനാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഇതേതെങ്കിലും രീതി കളിയാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിന്ദിച്ചുകൊണ്ട് ഇതിനെ അവഗണിച്ചു പോകുമ്പോൾ നാം തിരിച്ചറിയണം, ഈ സന്ദേശം ജീവന്റെ സന്ദേശമാണ്, നിത്യതയുടെ സന്ദേശമാണ്, അവൻ മരണത്തിലേക്ക് പോകാതിരിക്കാനുള്ള സന്ദേശമാണ്. ഒരു പക്ഷേ ഇനി ഒരു സുവിശേഷം കേൾക്കുവാനോ ഇതുപോലുള്ള സന്ദേശം അറിയുവാനോ നമുക്ക് കഴിഞ്ഞു എന്ന് വരികില്ല. മരണം നിശ്ചയമാണ്, ഉറപ്പാണ്. എങ്ങനെയാണ്, എവിടെയാണ്, ഏത് നിമിഷമാണ് മരണം കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നല്ല. എന്നാൽ മരിക്കുന്ന മുന്നേ നാം ഉറപ്പാക്കണം മരിച്ചു കഴിഞ്ഞുള്ള വാസം. നമ്മുടെ വാസം മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്
എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഈ സമയമായിരിക്കണം. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. ഈ സന്ദേശം ഒരുപക്ഷെങ്കിൽ ജീവനിലേക്ക് നിങ്ങളെ സമയത്തിക്കുന്ന സന്ദേശമായി മാറുവാൻ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപത്തെ കടിച്ചു വെപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന സന്ദേശമാണ് ഈ സന്ദേശം. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ പിടിവിച്ച ഈ സന്ദേശം നിങ്ങൾ ജീവിതത്തെ നിത്യമായി ജീവനിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ തള്ളിക്കളയുന്ന വ്യക്തിയായിരിക്കാം. ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകവും വിശ്വസിച്ച് നമുക്ക് ദൈവശക്തിയുമാകുന്നതാണ്. ക്രൂശിന്റെ വചനം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകവും വിശ്വസിച്ച് നമുക്ക് ദൈവശക്തിയുമാകുന്നതെന്നാണ്. ആയതിനാൽ മടങ്ങി വരിക. യേശു ക്രിസ്തു നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സുവിശേഷ സന്ദേശം നിങ്ങൾ ഈ സമയം ഈ വൈകി വേളയിൽ കേൾക്കുവാൻ ഇടവന്നിരിക്കുന്നത്. ആയതിനാൽ തന്നിരിക്കുന്ന ജീവിതത്തെ നാം നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ വീണ്ടും നിത്യമായി ജീവനിലേക്ക് എത്തിക്കുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവരും നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.